ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബിന്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് 5ാം ദിവസവും അയവില്ല. വ്യോമപാതകളിലെ നിയന്ത്രണം സംബന്ധിച്ച സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വ്യോമയാന മന്ത്രാലയം. പ്രവാസികൾക്ക് വേണ്ട എല്ലാ സഹായവും എംബസികൾ നൽകി വരുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കൊച്ചിയിലെത്തും. നിറങ്ങളുടെ ഉത്സവശോഭയിൽ രാജ്യം ഇന്ന് ഹോളി ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഐസിസി ട്വന്റി ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബിന്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയ്സിന ഡയലോഗിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനായി ഇന്ന് രാവിലെയാണ് ഫിൻലൻഡ് പ്രസിഡന്റ് ന്യൂഡൽഹിയിലെത്തിയത്. സന്ദർശനം ഫിൻലൻഡും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെ ഉൾപ്പെടെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അലക്സാണ്ടർ സ്റ്റബ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് സ്വീകരിച്ചത്. വിമാനത്താവളത്തിൽ ഫിൻലൻഡ് പ്രസിഡന്റിന് ആചാരപരമായ സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറും നൽകി. മാർച്ച് 7 വരെയാണ് സന്ദർശനം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് 5ാം ദിവസവും അയവില്ല. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേലും യുഎസും സംയുക്ത സൈനിക നടപടിയുമായി മുന്നോട്ടു പോകുമ്പോൾ ഇറാനും ഡ്രോൺ ആക്രമണം തുടരുകയാണ്. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള വ്യോമാക്രമണം ഇസ്രയേൽ ശക്തിപ്പെടുത്തി. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് കിരീടാവകാശി ഖത്തർ അമീർ ഒമാൻ സുൽത്താൻ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പ്രാദേശിക സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ നയതന്ത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തിന് ഗൾഫ് രാജ്യങ്ങൾ നൽകുന്ന പിന്തുണയെ അഭിനന്ദിച്ചു. ഗൾഫ് മേഖലയിൽ തൊഴിലെടുക്കുന്ന ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമപാതകളിൽ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വ്യോമയാന മന്ത്രാലയം. ഇതുവരെ ഇന്ത്യൻ വിമാന കമ്പനികളുടെ 1221 സർവീസുകളും വിദേശ കമ്പനികളുടെ 388 സർവീസുകളും റദ്ദാക്കിയതായി മന്ത്രാലയം അറിയിച്ചു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ പ്രശ്നങ്ങളുള്ള വ്യോമപാതകൾ ഒഴിവാക്കി പുതിയ പാതകളിലുള്ള ദീർഘദൂര സർവീസുകൾ പുനരാരംഭിക്കാൻ ഇന്ത്യൻ വിമാന കമ്പനികൾ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ ഉൾപ്പെടെയുള്ള എയർലൈനുകൾ 58ഓളം സർവീസുകൾ നടത്തും. കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ തിരിച്ചെത്തിക്കാൻ പ്രത്യേക വിമാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയവുമായും ഇന്ത്യൻ മിഷനുകളുമായും സഹകരിച്ച് ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിമാന ടിക്കറ്റ് നിരക്കുകൾ അമിതമായി വർദ്ധിപ്പിക്കാതിരിക്കാൻ കർശന നിർദ്ദേശം നൽകിയതായി മന്ത്രാലയം അറിയിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ 31 വിമാന സർവീസുകൾ ഇന്ന് റദ്ദാക്കി. മസ്കറ്റിലേക്കുള്ള ഒമാൻ എയറിന്റെ വിമാനം പതിവ് പോലെ സർവീസ് നടത്തുന്നുണ്ട്. സംഘർഷസ്ഥിതി നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ മലയാളികളടക്കമുള്ളവർക്ക് എല്ലാ സഹായവും സർക്കാർ ചെയ്തു വരുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പ്രവാസികൾക്ക് വേണ്ട എല്ലാ സഹായവും എംബസി നൽകുന്നുണ്ട്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വ്യോമഗതാഗതത്തിന് തടസ്സമുണ്ടായിട്ടുള്ളത്. സ്വയം സുരക്ഷിതരാവാൻ എല്ലാവരും ശ്രമിക്കണമെന്നും കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. മലയാളികളെന്നല്ല, അവിടെ കുടുങ്ങിയിട്ടുള്ള എല്ലാ പാസഞ്ചേഴ്സിനെ അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി നടക്കുന്നുണ്ട്. അതിനകത്തൊന്നും നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. അത് അവിടുത്തെ എംബസി, നമ്മുടെ അവിടുത്തെ കോൺസൽ, അവരെല്ലാം അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരെയും നോക്കുന്നുണ്ട്. ഇന്ത്യക്കാരെ മുഴുവൻ നോക്കണം. മാത്രമല്ല, ഇത് ഒരു അനിതര സാധാരണമായ സിറ്റുവേഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നിന്നൊക്കെയാണെന്നൊന്നും അറിയാത്ത ഒരു കണ്ടീഷനാണ്. അത് ടേക്കൺ കെയർ ഓഫ് ആണ്. പശ്ചിമേഷ്യയിലെയും ഗൾഫ് മേഖലയിലെയും നിലവിലെ സ്ഥിതി കണക്കിലെടുത്ത് വിദേശകാര്യ മന്ത്രാലയം കൺട്രോൾ റൂം സജ്ജീകരിച്ചു. ടോൾ ഫ്രീ നമ്പറായ 1800-17797 +91 1123012113 +91 1123014104 +91 1123017905 എന്നീ നമ്പറുകളിലോ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ബന്ധപ്പെടാം.
അമേരിക്ക സൈനിക നടപടികൾ അവസാനിപ്പിക്കില്ലെന്നും ഇറാന്റെ പ്രത്യാക്രമണ ശേഷി കുറഞ്ഞുവരികയാണെന്നും യുഎസ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നടപടിയിലൂടെ കഴിഞ്ഞ 100 മണിക്കൂറിനിടെ 2000 ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിച്ചതായും അദ്ദേഹം അറിയിച്ചു. അതിനിടെ സൈപ്രസിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടനും ഫ്രാൻസും യുദ്ധക്കപ്പലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സൈപ്രസിൽ വിന്യസിക്കാൻ നടപടി സ്വീകരിച്ചു. ഫ്രഞ്ച് വിമാനവാഹിനി കപ്പലായ ചാൾസ് ടി ഗെലിനെ മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് അയക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഉത്തരവിട്ടു. അതേസമയം ഇറാൻ ആണവ ബോംബ് നിർമ്മിക്കാൻ ശ്രമിച്ചതായി ഇതുവരെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ സഖ്യം മേധാവി റാഫേൽ മരിയാനോ ഗ്രോസി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ പ്രകൃതിവാതക വില കുതിച്ചുവരികയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കൊച്ചിയിലെത്തും. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുമായി ചർച്ചകൾ നടത്തും. കൊച്ചിയിലെ ഗോശ്രീ പാലം, ദർബാർ ഹാൾ ഗ്രൌണ്ട്, മറൈൻ ഡ്രൈവ്, ചീനവല പാലം, ചെറായി ബീച്ച്, മ്യൂസിക്കൽ വാക്വേ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയും കന്നി വോട്ടർമാരുമായി സംവദിക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ നാളെ ആരംഭിക്കും. 3000-ഓളം കേന്ദ്രങ്ങളിലായി 4.25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പൊതുപരീക്ഷകൾ നാളെയും 2ാം വർഷ പരീക്ഷകൾക്ക് മറ്റന്നാളുമാണ് തുടക്കമാവുക. 6 സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബിജെപി 9 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ബീഹാറിൽ നിന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ളവരെയാണ് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ഈ മാസം 16-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. നിറങ്ങളുടെ ഉത്സവശോഭയിൽ രാജ്യം ഇന്ന് ഹോളി ആഘോഷിക്കുന്നു. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഉത്സവം വസന്തകാലത്തിന്റെ ആരംഭത്തെയും അടയാളപ്പെടുത്തുന്നു. പരസ്പരം നിറങ്ങൾ വിതറിയും മധുരപലഹാരങ്ങൾ കൈമാറിയുമാണ് ജനലക്ഷങ്ങൾ ഹോളിയെ വരവേൽക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഹോളി ആശംസകൾ നേർന്നു. സാമൂഹിക ഐക്യത്തിന്റെ സന്ദേശം നൽകുന്ന സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഉത്സവമാണ് ഹോളിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. നിറങ്ങളുടെ ഉത്സവമായ ഹോളി എല്ലാവരുടെയും ജീവിതത്തിലേക്ക് സന്തോഷവും സമൃദ്ധിയും വിജയവും കൊണ്ടുവരട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യം അപകടകരമായ തോതിൽ തുടരുന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് പുറപ്പെടുവിച്ച കണക്കുകൾ പ്രകാരം ഇടുക്കി ജില്ലയിലെ മൂന്നാറിലാണ് ഏറ്റവും ഉയർന്ന UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയത്. സൂര്യരശ്മികൾ നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മൂന്നാറിൽ UV ഇൻഡെക്സ് 8 രേഖപ്പെടുത്തിയതിനെ തുടർന്ന് മേഖലയിൽ ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ സൂചിക 7 രേഖപ്പെടുത്തിയതോടെ ഈ പ്രദേശങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ സൂചിക 6 രേഖപ്പെടുത്തിയതിനെ തുടർന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ വെയിൽ നേരിട്ടേൽക്കുന്നത് സൂര്യതാപം, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. ഈ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ കുടയോ മറ്റ് സുരക്ഷാ മാർഗങ്ങളോ സ്വീകരിക്കണമെന്ന് അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകി. ICC 2020 ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ സെമിയിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡിനെ നേരിടും. രാത്രി 7-നാണ് മത്സരം. നാളെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം ആരംഭിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസസ് 1473 പോയിന്റ് ഇടിഞ്ഞ് 78,765-ലും നിഫ്റ്റി 505 പോയിന്റ് താഴ്ന്ന് 24,360-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 2,280 രൂപ കുറഞ്ഞ് 1,20,640 രൂപയായി. ഗ്രാമിന് 15,080 രൂപയാണ് ഇന്നത്തെ വില. ജമ്മു കശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊങ്കൺ മേഖലയിലും ഗുജറാത്തിലെ തീരപ്രദേശങ്ങളിലും ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ തുടരുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയിൽ താപനില 2 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനും സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബിന്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് 5ാം ദിവസവും അയവില്ല. വ്യോമപാതകളിലെ നിയന്ത്രണം സംബന്ധിച്ച സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വ്യോമയാന മന്ത്രാലയം.
പ്രവാസികൾക്ക് വേണ്ട എല്ലാ സഹായവും എംബസികൾ നൽകി വരുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ നാളെ കൊച്ചിയിലെത്തും. നിറങ്ങളുടെ ഉത്സവശോഭയിൽ രാജ്യം ഇന്ന് ഹോളി ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ICC T20 ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.